ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ പുതിയ വീഡിയോ ആണ്. ആദ്യം ഒരു വീഡിയോസ് ഞങ്ങൾ ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് കോഴി കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് എല്ലാം പുറത്തിറങ്ങാറായി. ഒരു 10 പേരുണ്ട്. ആണും പെണ്ണുമാണ്. എല്ലാവരും ഇറങ്ങാൻ നല്ല തിടുക്കം കൂട്ടുകയാണ് ആഹാരത്തിന് വേണ്ടി. അവർക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ് വെച്ച് കൊടുക്കാം. അതിൽ കൂടിയാണ് അവർ ഇറങ്ങിയിട്ട്. ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ പുതിയ വീഡിയോ ആണ്. ആദ്യം ഒരു വീഡിയോസ് ഞങ്ങൾ ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് കോഴി കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവരെ വാതിലൂടെ തുറക്കുകയാണ്. അവരെല്ലാം പുറത്തിറങ്ങാറായി. ഒരു 10 പേരുണ്ട്. ആണും പെണ്ണുമാണ്. എല്ലാവരും ഇറങ്ങാൻ നല്ല തിടുക്കം കൂട്ടുകയാണ് ആഹാരത്തിന് വേണ്ടി. അവർക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ് വെച്ച് കൊടുക്കാം. അതിൽ കൂടിയാണ് അവർ ഇറങ്ങുന്നത്. എല്ലാവരും ഇറങ്ങി ഉടനെ അവർക്ക് പച്ചിലയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. സ്ഥിരം കൊടുക്കാറുള്ള പച്ചില. നമുക്ക് 10 കോഴിക്കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അവർ 10 പേരും സുഖമായിട്ടിരിക്കുന്നു. അവർ ഇറങ്ങിയ ഉടനെ അവർ തീറ്റി തേടിപ്പോയി. അവർ പച്ചില കണ്ടില്ലല്ലോ. അടുത്തത് നമുക്ക് മുന്നേ കിട്ടിയ ഇതുപോലെ കിട്ടിയ വേറെ ഒരാളുണ്ട്. ആളിൻ്റെ ലവറിനെ നമ്മൾ കൊടുത്തു. അതിലുള്ള ഒരാളാണ്. അവളെ പേര് കറമ്പി എന്നാണ്. അവളാണ് അടുത്ത താരം. അവളെ കൂടാണിത്. താനെ ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് അക്കും കൊടുക്കണം സ്റ്റെപ്പ് വഴിയാണ് അവൾ ഇറങ്ങാറ്. എന്നും നമുക്ക് മുട്ടയൊക്കെ തരുന്ന ഒരു സുന്ദരിയാണ്. നല്ല സ്നേഹമുള്ള സുന്ദരി കോഴിയാണ്. അവരിതാ പച്ചില കഴിച്ചു തുടങ്ങി. 10 പേരും. എല്ലാവരും പറയാറ് ഇതുപോലെയൊക്കെ കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകാറുണ്ടെന്നാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടിയതാരും ചത്തുപോയില്ല. അവർക്ക് അസുഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു. അവരെ ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചില കഴിച്ച് അത് കഴിഞ്ഞേ അവർ വെള്ളം കുടിക്കാറുള്ളൂ. അവർക്ക് കോഴിത്തീറ്റ, കുഞ്ഞ് കോഴിത്തീറ്റ ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, എല്ലാ ഫുഡും അവർക്ക് കൊടുക്കും. അതെല്ലാം അവർ കഴിക്കാറുണ്ട്. സുരക്ഷിതരാണ് അവർ. അതുപോലെ തന്നെ ഇതുവരെയും കുഴപ്പങ്ങളൊന്നും അവർക്കില്ല. അവർ സുരക്ഷിതരായിരിക്കുന്നു. അതുപോലെ 10 പേരുണ്ട്. 10 പേര് കറമ്പി ഇതാ പുറത്ത് വന്നു. കറമ്പിയും പച്ചില തിന്നാൻ പോവുകയാണ്. ചട്ടമ്പിയാണ്. ആ കുഞ്ഞ കോഴികളെ സ്നേഹവും ഉണ്ട്, എന്നാൽ അവരെ കൊത്താറും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു കൂട്ടിലാണ് കറമ്പി കോഴിയെ ഇടുന്നത്. അവളെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ കൊത്തുകൂടാതെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും കൊത്തും. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ പിടിക്കാനായി വന്നപ്പോഴാണ് കയറി വന്നത്. ഞങ്ങളുടെ മാമിയുടെ വീടാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മാമിക്കും 10 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. അവർക്ക് കോഴിക്കൃഷിയൊക്കെ ഉള്ളതാണ്. ഇത് അവരെ മുളക് കണ്ടോ? ഒരുപാട് മുളക്, ചേമ്പ്, കാന്താരി. അവരെല്ലാം സാധാരണ വീട്ടിൽ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ലാണ്ട നല്ല കാന്താരിയൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അവരെ കോഴിക്കൂട്. ഇവിടെ ഒരുപാട് വലിയ ഷെഡാണ്. അവിടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതുപോലെ മുതിർന്നവരും തോനെയുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയതാണ്. അവർ 10 പേരും. അവർക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവർക്കും മുതിർന്ന വലിയ കോഴികളുണ്ട്, മുട്ടയിടുന്നത്, ചാവല്. അവരെല്ലാം ഷെഡിൻ്റെ മണ്ടയിലും അവിടെ ഇവിടെ എല്ലാം നിൽക്കുകയാണ്. ഇവരെല്ലാം ശുശ്രൂഷിക്കുന്നത് നമ്മുടെ മാമിയാണ്. നമ്മൾ വീഡിയോയിലൊക്കെ ഇടാറുള്ള മുത്തുവിൻ്റെ മാമിയാണ്. രുക്കുവിൻ്റെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യുന്ന രുക്കുവിൻ്റെ മാമിയാണ്. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളും പഞ്ചായത്തിൽ നിന്നും അല്ലാതെയൊക്കെ കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇതുപോലെ സുരക്ഷിതമായി വളർത്തിയെടുത്താൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല മുട്ട കഴിക്കാൻ പറ്റും.
നമ്മളിപ്പോൾ കഴിക്കുകയാണ്. മാമിയിലെ വലിയ കോഴികളെ ഒന്ന് കാണിച്ചോട്. ഫുഡ്, കോഴിത്തീറ്റ, കുന്നൻ തീറ്റ ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ കോഴിഷെട്ടിൻ്റെ ബാക്കിലായിട്ട് മാമി കണ്ട കാന്താരി ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ, അതുപോലെ അതിൽ തന്നെ വരുന്ന വണ്ടുകളൊന്നും വരാതിരിക്കാൻ ചെടി ജമന്തി, ഒരുപാട് ജമന്തി കാണാൻ പറ്റുമോ? ഇതാണ്ട് ജമന്തി പൂത്ത് നിൽക്കുന്നത്. അതിൽ വരുന്ന ഈ മുളകിൽ വരുന്ന പ്രാണികളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ്ട ഒരുപാട് പൂക്കളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. ഇവിടെയെല്ലാം പന്നി ശല്യമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അടുത്ത് തന്നെ എരിക്ക് അതിനെ നട്ട്, ഔഷധമുള്ള ചെടിയാണ്. അതിനെ മാമി നട്ട് ഇതാണ്ട ഒരു ഇലയ്ക്ക് പോലും കേടുവരാം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ജമന്തി നിൽക്കുന്നത് കൊണ്ടാണ്. കണ്ടോ, പ്രാണികളോ വണ്ടുകളോ ഒന്നും ഇതിനെ ഒന്നും ബാധിക്കാത്തത്. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും. കണ്ടോ, നിറച്ച് ഏത്തവാഴ, നിറച്ച് കാന്താരി. മാമിയുടെ വാഴയെല്ലാം പന്നി വന്നാണ് നശിപ്പിക്കാറ്. ഇവിടെ എല്ലാം ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. മത്തൻ, പാവൽ എല്ലാം, വെള്ളരി ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുകയാണ്. അകത്ത് കൂട്ടി കയറ്റിയില്ല, എല്ലാവരും പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.